ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ചമ്മന്തി ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതിനായിട്ടേ നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കാനൊക്കെ എടുക്കാറുണ്ടല്ലോ, ഉണക്കമുളക് എടുക്കണം. അതൊക്കെ എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വാളൻപുളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, 4 5 ചെറിയ ഉള്ളി വേണം. അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ തേങ്ങ ചിരവിയത്. ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കണതേ നമ്മുടെ പടവലങ്ങ ഉണ്ടല്ലോ, പടവലങ്ങയുടെ കുരുവാണ്. അത് പടവലങ്ങയുടെ കുരും അതിനുള്ളിലുള്ള കാമ്പൊക്കെ ഉണ്ടല്ലോ നമ്മൾ കളയാറുള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ചമ്മന്തി അരയ്ക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ ഉഴുന്നു പരിപ്പും കൂടിയും വേണം. ഇത് ചമ്മന്തി അരയ്ക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടെ ആദ്യം ആ ഉഴുന്നു പരിപ്പ് ഇട്ടിട്ടെ അതൊന്ന് മൂപ്പിച്ചങ്ങോട്ട് എടുക്കണം. അതങ്ങോട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വെച്ച കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് ആദ്യം വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ഏകദേശം അതെ റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് നമ്മൾ ആ നാളികേരം ചിരവിയത് അതിലേക്ക് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണേ. ചെറിയ തീയിൽ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് അത് വറുത്തങ്ങോട്ട് എടുക്കണം, നാളികേരവും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പടവലങ്ങയുടെ കുരും ബാക്കിയുള്ള കഴമ്പൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ. ഇതിപ്പോ ഞാനിവിടെ ചെയ്യുന്നത് ഈ നാളികേരത്തിന് ഒപ്പം അത് ഏകദേശം അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടാണ് അതങ്ങോട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കാരണം ചെറിയ അളവിലേ ഉള്ളൂ ഇത്, അപ്പൊ സെപ്പറേറ്റ് ചെയ്യാനുള്ളതൊന്നുമില്ല. അപ്പൊ ഞാനത് ആ നാളികേരമൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴേക്കും അതിൽ തന്നെ ഇട്ടൊന്ന് വാട്ടി അങ്ങോട്ട് എടുക്കുകയാണ്. ഇതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. ഇതെല്ലാം അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അരയ്ക്കുന്ന കല്ലിൽ അങ്ങോട്ട് ഇട്ട് തരി വെള്ളം ചേർക്കാണ്ട് അങ്ങോട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടും. അടിപൊളി സ്വാദ് കേട്ടോ കൂട്ടുകാർ, ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ നമ്മള് പടവലങ്ങയുടെ ഒക്കെ കഴമ്പെടുത്തല്ലോ, അതുപോലെ തന്നെ മത്തങ്ങയുടെ ഉള്ളിലുള്ള ഇതുണ്ടല്ലോ കുരുവും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കഴമ്പൊക്കെ, അതൊക്കെ ഇതേപോലെ ചമ്മന്തി അരയ്ക്കാം, നല്ല അടിപൊളിയായിരിക്കും. ഈ തിരുപ്പതി അമ്പലത്തിലൊക്കെ പോയി അവിടുത്തെ അന്നദാനം കഴിക്കണം. അപ്പൊ ഈ അന്നദാനത്തിന്റെ ഒപ്പം ഇതേപോലെയുള്ള ചമ്മന്തി വിളമ്പും, നല്ല അടിപൊളി സ്വാദാണ്. ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ.